ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സമീപകാലത്തെ മയക്കുമരുന്ന് കേസുകൾ എടുത്താലും സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നോക്കിയാലും പ്രതിപക്ഷ പാർട്ടികളുടെ സാന്നിധ്യം കാണാം. വിശേഷിച്ച് മുസ്ലിം ലീഗ്, കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിൽ പ്രതികളാവുന്നു. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ലീഗ് പ്രവർത്തകർ അഴിയെണ്ണുകയാണ്. UDF ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ കോടികളുടെ അഴിമതിയിൽ പ്രതിയാവുന്നത് ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവരും അഴിമതി ആരോപണങ്ങൾ നേരിടുകയാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസുകളുടെ കാര്യം പിന്നെ പറയേണ്ടതേയില്ല. പ്രതിപക്ഷത്ത് ഇത് ലീഗ് കുത്തകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. തൃശ്ശൂരിൽ തട്ടിപ്പ് കേസിൽ പ്രതി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയാണ്. തിരുവനന്തപുരത്ത് ഭൂമി തട്ടിപ്പ് കേസിൽ DCC അംഗമാണ് പ്രതി. മലയാള മനോരമ ലേഖകൻ ആനാട് ശശിയുടെ ആത്മഹത്യയ്ക്ക് കാരണം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതുകൊണ്ടാണെന്ന് സഹോദരൻ ജയചന്ദ്രൻ വെളിപ്പെടുത്തുകയുണ്ടായി. പണം തിരികെ ലഭിക്കില്ലെന്ന നിരാശ ശശിയെ കടുത്ത വിഷാദ രോഗത്തിലേക്ക് നയിച്ചുവെന്നും ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ജയചന്ദ്രൻ്റെ മൊഴി രേഖപ്പെടുത്തിയ മ്യൂസിയം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 10 വർഷം അധികാരമില്ലാതിരുന്നിട്ടും ഇതാണ് അവസ്ഥ. ഭരണം കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്നതാണ് ഉയരുന്ന ചോദ്യം. തട്ടിപ്പിലും മറ്റ് ക്രിമിനൽ കുറ്റങ്ങളിലും കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ പ്രതികളാകുമ്പോൾ കണ്ണടയ്ക്കുന്ന ലെഗസി മീഡിയയും നമ്മുടെ നാട്ടിലുണ്ട്. ആ ലെഗസി മീഡിയയും നമ്മുടെ നാട്ടിലാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ, CPIM, ഡോക്ടർ പ്രേംകുമാർ, ഇടത് നിരീക്ഷകൻ, N. ശ്രീകുമാർ, വീക്ഷണം മുൻ എഡിറ്റർ, ശ്രീ VPP മുസ്തഫ. ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പ്രശ്നം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതായി ഇടതുപക്ഷം, CPIM, വിശേഷിച്ച് CPIM കരുതുന്നുണ്ടോ, കാണുന്നുണ്ടോ? കാരണം ഈ കേസുകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചാൽ അതിൽ ഒരു തരത്തിലും രാഷ്ട്രീയ പ്രാതിനിധ്യം ഉണ്ടാകാനേ പാടില്ലാത്ത ക്രിമിനൽ കുറ്റങ്ങളാണ്. പക്ഷേ ഈ മയക്കുമരുന്ന് കേസുകളിൽ അടക്കം, താങ്കളുടെ നാട്ടിൽ അടക്കമുള്ള കേസുകളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അടക്കം, കാസർഗോഡാണ് ഞാൻ ഉദ്ദേശിച്ചത്, അടക്കമുള്ള മയക്കുമരുന്ന് കേസുകൾ, സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, തദ്ദേശ ഭരണത്തിലെ അഴിമതി എന്നു വേണ്ട ഏതു വിധത്തിൽ വ്യാജരേഖയുണ്ടാക്കി വീടും ഭൂമിയും തട്ടിയെടുക്കുക, അതുപോലെ തന്നെ തട്ടിപ്പ് കേസുകൾ, ഇങ്ങനെ ഏതെടുത്താലും ഇതിലെല്ലാം, അതും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രാദേശിക പ്രവർത്തകർ, സജീവമായി നിൽക്കുന്ന ആളുകൾ, ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ കൂടുതലായി പങ്കാളികളാവുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു പ്രതിപക്ഷ സാഹചര്യം എന്ന പ്രശ്നം ഇന്ന് കേരളം കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശരത്തെ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ, കാണുക മാത്രമല്ലല്ലോ. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ സ്വന്തം സ്വത്ത് സമ്പാദിക്കാനുള്ള വഴികളാക്കി തീർത്തത് ദീർഘകാലത്തെ കോൺഗ്രസ് ഭരണമാണ്. കോൺഗ്രസിനോട് ചേർന്നപ്പോൾ മുസ്ലിം ലീഗും ആ നിലയിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. രണ്ട് പാർട്ടിയുടെയും സാധാരണ പ്രവർത്തകർ തൊട്ട് ഉന്നത നേതാക്കൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും എത്ര ബീഭത്സമായ മുഖമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരത് ചോദിപ്പിച്ച പോലെ ഇവര് പ്രതിപക്ഷത്തിരുന്നിട്ട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഭരണവും കൂടി കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഈ നാട് വല്ലതും ബാക്കിയുണ്ടാകുമായിരുന്നു. എത്ര അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവുകയാണ്. 4 കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്ന അവസ്ഥയിലേക്ക് പോവുകയല്ലേ. ഇപ്പൊ കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി എന്നൊക്കെ പറയുന്നത് അതിർത്തി ഗ്രാമമാണ്. വളരെ പാവപ്പെട്ട മനുഷ്യരാണ്, നിസ്വരായ മനുഷ്യരാണ്. കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറിൽ അവിടെയുള്ള ഈ സാധാരണ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ലീഗിൻ്റെ വലിയ നേതാവായിട്ട് പ്രവർത്തിക്കുന്നയാളാണ് PK മസൂദ്. ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് ഉദുമ നിയോജക മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് മസൂദ്. അവിടുത്തെ അടൂർ സർവീസ് സഹകരണ ബാങ്ക്, ദേലമ്പാടി പഞ്ചായത്തിൻ്റെ ആസ്ഥാനമാണ് അടൂർ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അതിൻ്റെ പ്രസിഡന്റ് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പ്രസിഡന്റും ഈ മസൂദ് അതിൻ്റെ ഡയറക്ടറുമാണ്. അദ്ദേഹത്തിൻ്റെ കൈവശത്ത് നിന്ന് 123 കിലോ കഞ്ചാവാണ് പിടിച്ചത്. 123 കിലോ കഞ്ചാവ് ആർക്ക് കൊടുക്കാനാ? എവിടെ കൊണ്ടുപോയി കൊടുക്കാനാ? അവിടെ നിങ്ങൾ കാണേണ്ടത്, അവിടെ അടൂർ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്. ആ അടൂർ ഗവൺമെൻറ് ഹൈസ്കൂളിനകത്ത് ഇവര് നമ്മുടെ ഈ SPC സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അതുപോലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല.
അത് ഈ മസൂദിന്റെ നേതൃത്വത്തിൽ ചില ലീഗുകാർ ഇടപെട്ടാണ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് തടഞ്ഞത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനങ്ങളെ ഈ ഉദുമയിലെ ലീഗ് മണ്ഡലം നേതാവായിട്ടുള്ള അവിടുത്തെ കോൺഗ്രസും ലീഗും ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ ഡയറക്ടറായ അവിടുത്തെ പ്രാദേശിക ലീഗ് നേതാവായ മസൂദിന്റെ നേതൃത്വത്തിൽ സ്കൂളിനകത്തെ SPCയുടേത് പോലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞത്. ഇവരുടെ കഞ്ചാവ് കച്ചവടം നടക്കണം. അപ്പോൾ സ്കൂൾ കുട്ടികളെ പോലും ലക്ഷ്യം വെച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് എത്തുന്നു. ഒരു സാധാരണ അനുഭാവിയോ പ്രവർത്തകനോ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരവസ്ഥയാണിത്. ഇങ്ങനെ ഒരു കേസാണ് എന്തുമാത്രം വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് കേട്ടത്, മലപ്പുറം എന്ന് പറയുമ്പോൾ അവർ ഉടനെ ഞെട്ടും. അയ്യോ മലപ്പുറത്തെ ആക്ഷേപിച്ചേ എന്ന് പറയും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നടന്നതുപോലെ ഒരു തീവട്ടിക്കൊള്ള ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഒരു പഞ്ചായത്ത് ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് നിക്ഷേപം സ്വീകരിക്കുക. സ്വകാര്യ സംരംഭങ്ങൾക്ക് എന്തെങ്കിലും നിക്ഷേപം സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ പോലെയുള്ള ചില ജോയിന്റ് വെഞ്ചേഴ്സിന് നിക്ഷേപം സ്വീകരിക്കുന്നത് മനസ്സിലാക്കാം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് സർക്കാർ പണം കൊടുത്തിട്ടുണ്ട്. കോടികളാണ് കൊടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്. അവരതിൻ്റെ വികസന സെമിനാറും അതിൻ്റെ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് സർക്കാരിൽ നിന്ന് കിട്ടിയ പദ്ധതി പണം ഏതൊക്കെ മേഖലയിൽ വിനിയോഗിക്കണം അതിന് പ്രൊജക്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. പണം സർക്കാർ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ അവിടുത്തെ പദ്ധതി നടപ്പിലാക്കാൻ എന്ത് നിക്ഷേപമാണ് വേണ്ടത്? മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന നിക്ഷേപം 25 കോടി രൂപയുടെ തട്ടിപ്പ്. അവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മെമ്പർ TP ഹാരിസ്, മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ്, ഈ ഉന്നത നേതാക്കളുടെ എല്ലാം വളരെ അടുത്ത ബന്ധു. ഇങ്ങനെ ഓരോ തട്ടിപ്പുകളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ശരി, കുറച്ചു മുമ്പ് ശരത്ത് ഓർമ്മിക്കുമല്ലോ, കാസർഗോഡ് മുതൽ മലപ്പുറം വരെ നമ്മൾ എത്ര തട്ടിപ്പുകൾ ലീഗിന്റെ സംസാരിച്ചു. അത് സ്വർണ്ണ തട്ടിപ്പായിരുന്നു. ഫാഷൻ ഗോൾഡ്, അറേബ്യൻ ഗോൾഡ്, ഇങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ, ചെറിയ ആളുകളല്ല കേട്ടോ, കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും MLA-യുമായിരുന്ന MC കമറുദ്ദീൻ, അതുപോലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് പ്രസിഡന്റായിരുന്ന AGC ബഷീർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുത്തതാ ഫാഷൻ ജ്വല്ലറിയും അറേബ്യൻ ജ്വല്ലറിയും. എത്ര ആളുകൾ പരിപാടിക്കായിരിക്കും. ശരി, ഇങ്ങനെ ഒരു പാർട്ടിയുടെ അടിമുടി ഇത്തരം ഭീകരമായ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതിന്റെ ഏറ്റവും മോശമായ മുഖമാണ് യൂത്ത് ലീഗ് നേതാവ് പീക്കോ ഫിറോസിന്റെ സഹോദരൻ നേരിട്ട് ഈ ലഹരി ഇടപാടിന്, രാസലഹരി ഇടപാടിന് കൊടുക്കുന്ന അവസ്ഥ. ഇന്നിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ശരത്തെ അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല. തന്റെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാ പേടിക്കുന്നതെന്ന് അങ്ങനെയല്ലേ PK ഫിറോസ് പറഞ്ഞത്. സഹോദരൻ അന്വേഷണം നടക്കട്ടെ എന്ന്. പക്ഷെ ആ സഹോദരൻ സ്വന്തം മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇനിയിപ്പോ അത് ഫോറൻസിക്കിനൊക്കെ അയച്ച് പിടിക്കണമെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പുറത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ആനാട് ശശിയുടെ കേസ് മാത്രമല്ലല്ലോ തിരുവനന്തപുരത്ത് നിന്ന് ഈ മാസം തീർച്ചയായും നമുക്ക് മുസ്തഫ ഇതിലെ പ്രശ്നം മുസ്തഫയ്ക്ക് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ മുൻ നേതാക്കളുമായിട്ട് ബന്ധമുള്ള കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് ഭൂമി തട്ടിപ്പ് നടത്തിയത്. അതെ, ഞാനതാ പറഞ്ഞത്. മുസ്തഫയ്ക്ക് ഭൂമി തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് നോക്കൂ. മുസ്തഫയ്ക്ക് ഒറ്റ ശ്വാസത്തിൽ നടത്തുന്ന ഒരു അവസ്ഥ, മുസ്തഫയ്ക്ക് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്ര പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ ചർച്ചയ്ക്കകത്ത് വയനാട്ടിലെ സ്ഥിതി അതിനേക്കാൾ മനസ്സിലായി വരാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ചില വിഷയങ്ങൾ പ്രത്യേകമായി എടുത്ത് ഇവരുടെയൊക്കെ ഒരു പ്രതികരണം എടുക്കുന്നത് നല്ലതാകും എന്ന് തോന്നുന്നു. ഇതിനിടയിൽ ഇപ്പോൾ മയക്കുമരുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ പ്രശ്നത്തിൽ ഇത്രമേൽ നേരിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികളാകുന്നൊരു സാഹചര്യം കേരളത്തിലുള്ളപ്പോൾ എല്ലാം മാറ്റിവെച്ച് ഗൗരവമായി ചർച്ച ചെയ്ത് ആ നേതൃത്വത്തെ ശക്തമായി ഇടപെടിച്ച് ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ പലപ്പോഴും നേതൃത്വം കണ്ണടയ്ക്കുന്നു. നടപടികൾ എന്നുള്ളത്, സംഘടനാ നടപടികൾ എന്നത് വഴിപാടായി മാറുന്നു എന്ന പ്രശ്നം നിൽക്കുന്നു. ലീഗുമായി ബന്ധപ്പെട്ട് വളരെയധികം വിശേഷിച്ച് ആ പ്രശ്നം നിൽക്കുക കൂടിയാണ്. കോൺഗ്രസും ഒട്ടും മോശമല്ല. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്ന്, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെ 1-2 സുപ്രധാന വിമർശനങ്ങൾ ഇപ്പോൾ മുസ്തഫ പറഞ്ഞതുപോലെ ഇന്നലെ
KT ജലീൽ മുൻ മന്ത്രിയിൽ നിന്ന് വരികയുണ്ടായി. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് വരുന്ന വീഡിയോ ആണ്. ഞാൻ അതുകൂടി കണ്ടുകൊണ്ട് നമുക്ക് ശ്രീ എൻ ശ്രീകുമാറിലേക്ക് വരാം. ആദ്യം ഈ കാസർഗോട്ടെ ലീഗ് നേതാവിൻ്റെ ഈ കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് ശ്രീ VPP മുസ്തഫ പറഞ്ഞതുപോലൊരു പ്രശ്നത്തെ ഇന്നലെ ജലീൽ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ ഗൗരവമായൊരു വിഷയമായി. അത് കാണാം. മംഗലാപുരത്ത് 123 കിലോ കഞ്ചാവുമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാവ് അടൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ പിടിയിലായത്. 123 കിലോ കഞ്ചാവുമായിട്ട്. പാർട്ടി ഏതാണ്? മുസ്ലിം ലീഗ്. പാർട്ടിയുടെ പ്രസിഡന്റ് ആരാണ്? നിരവധി പള്ളികളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹത് വ്യക്തി. അങ്ങനെയുള്ള ഒരു നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ അംഗം, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? 123 കിലോ കഞ്ചാവുമായിട്ട്. അടൂർ സഹകരണ ബാങ്കിൽ ലീഗിന്റെ ഡയറക്ടറാണ്. ഉദുമ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണം. യെസ്, അതിവിടെ ഈ ചർച്ചയിൽ ശ്രീ ജലീൽ, ഈ ചർച്ചയിൽ ഡോക്ടർ VPP മുസ്തഫ അത് കൂടുതൽ സ്പെസിഫിക്കായി പറയുകയും ചെയ്തു. താങ്കൾ പറഞ്ഞതും ഇപ്പോൾ VPP മുസ്തഫ പറഞ്ഞതും കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, ലീഗ് ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറായിട്ടുള്ളൊരു ലീഗ് നേതാവ് ഇത്രയധികം കിലോ 125 കിലോ കഞ്ചാവുമായി പിടിച്ചിട്ടും നമ്മുടെ നാട്ടിൽ, അത് ഞാൻ പ്രേംകുമാറിന് കൂടി ആ വിഷയം വിടുകയാണ്, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ലീഗിന് പകരം ഇടതുപക്ഷത്തെ, അതൊരു സാങ്കല്പികമാണ്, ആ നിലയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിന് പോകാനേ കഴിയില്ല എന്നുള്ളത് നിലപാടെടുത്ത് തന്നെ പറയാവുന്ന വിഷയമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ മാധ്യമങ്ങളെല്ലാം മാറ്റിവെച്ച് അത് എത്രമാത്രം ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്ര ഗൗരവമായ വിഷയത്തെ മാധ്യമങ്ങൾ കണ്ടില്ല, കണ്ണടയ്ക്കുന്നു എന്ന പ്രശ്നം ഗുരുതരമായ ഒരു വിമർശനപരമായി തന്നെ കാണേണ്ടതുകൂടിയാണ്. അവിടെ നിന്ന് നേരത്തെ മുസ്തഫ പറഞ്ഞ അതേ വിഷയത്തിലേക്ക് തന്നെ കേരളം ചർച്ച ചെയ്യേണ്ട 2-3 സുപ്രധാന കാര്യങ്ങൾ. PK ഫിറോസ് എന്ന സംസ്ഥാനത്തെ ശ്രദ്ധിക്കുന്ന ഒരു യുവജന നേതാവാണ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവാണ്. PK ഫിറോസ് ഈ വിഷയങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള നിലപാട് കൂടിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ജലീൽ പറഞ്ഞ ഗൗരവമായ ചില ചോദ്യങ്ങളുണ്ട്, VPP മുസ്തഫ ചൂണ്ടിക്കാട്ടിയതുപോലെ. അതിലൊരു ഭാഗം ഒന്ന് കാണാം. മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു, വലിയ പ്രചാരം അതിന് കിട്ടി. ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിലും ഇതാ തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട്. എനിക്കറിയാമത്, കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്? എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല? അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചുവെച്ചു, അത് തെറ്റാണ്. എന്തേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല? പറയേണ്ടയാളായിരുന്നില്ലേ? മതവും ദീനും വിശ്വാസവും ഖുർആനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ, സ്വന്തം കാൽച്ചുവട്ടിൽ ഒരു മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം. അവിടെ ജലീൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സമൂഹം ചർച്ച ചെയ്യുന്ന കൂടിയാണ്. ഇപ്പോൾ മയക്കുമരുന്ന് ലോബിയുമായി ബന്ധപ്പെട്ടൊക്കെ പണ്ട് PK ഫിറോസ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ സഹായിക്കുന്നവർ ഒക്കെ കപ്പലിൽ തന്നെയല്ലേ? അപ്പോൾ ജലീൽ പറയുന്നൊരു കാര്യം, കപ്പലിലല്ല വീട്ടിൽ തന്നെയാണ് എന്നാണ് ജലീൽ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടും തീരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതൃനിരയിലെ ഒരു യുവ നേതാവുമായി ബന്ധപ്പെട്ട ഗുരുതര വിമർശനം കൂടി ഈ ഭാഗം ചർച്ചയിൽ കണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ ശ്രീകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് അതുകൂടി ഒന്ന് കാണാം. PK ഫിറോസുമായി ബന്ധപ്പെട്ട് തന്നെ കാശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ എന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത്. എന്നിട്ട് ആ ഫണ്ട് എവിടെ? ആ കാലയളവിലല്ലേ സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ വില വരുന്ന 15 സെന്റ് സ്ഥലം PK ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത്? കുന്നമംഗലത്ത് തൻ്റെ വീടിനടുത്ത്. അവിടെ ഏതാണ്ട് 1 കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു. ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന്? മറ്റേതെങ്കിലും വലിയ പഴയ പാരമ്പര്യമുള്ള നേതാക്കന്മാര്
അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ പരമ്പരാഗതമായിട്ട് പണക്കാരനാണോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി? നിങ്ങൾ കുന്നമംഗലത്ത് ഫിറോസിന്റെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു അതിന്റെ സോഴ്സ്? എന്താണ് അദ്ദേഹത്തിന്? എന്താണ് ജോലി? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയധികം പണം കിട്ടിയത്? വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് വല്ല ബിസിനസ്സും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിക്ഷേപം എവിടെ നിന്നുള്ള പണമാണ് ഉപയോഗിച്ചത് അതിനുവേണ്ടി? ഇത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ? എന്താ പറയാത്തത്? പത്രക്കാരും അന്വേഷിക്കണം അതിനെക്കുറിച്ച്. ഇവർക്കൊക്കെ ഇതിനുള്ള വക എവിടെ നിന്ന്? അപ്പൊ ഞാൻ പറയുകയാണ്, ഇതാ ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ, നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ ഇത്തരം ഗൗരവമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അത് ബോധ്യപ്പെടും എന്ന വിധത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായി ഈ പറഞ്ഞ പല ആളുകളും നിൽക്കുന്നു. അതിൽ പി കെ ഫിറോസിനെ പോലുള്ള ഒരു നേതാവിൻ്റെ ഉത്തരവാദിത്വം, അദ്ദേഹം ആർജിച്ച സമ്പത്തിനെക്കുറിച്ച് അന്വേഷണം വേണ്ടതുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പറയുമ്പോൾ ഈ നേരം വരെ അദ്ദേഹം അതിന് മറുപടി പറയാൻ, വിശദീകരണം നൽകാൻ ബാധ്യസ്ഥനാണ്. പി കെ ഫിറോസ് അത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി അത് ചെയ്തിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന UDF ആകെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തും വിധമാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ശ്രീ എൻ ശ്രീകുമാർ. UDF മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലൊന്നും മയക്കുമരുന്ന് എത്തിയിട്ടൊന്നുമില്ല. പി കെ ഫിറോസ് തന്നെ പത്രസമ്മേളനം നടത്തി വ്യക്തമാക്കിയിട്ടുണ്ട്, എൻ്റെ അനുജ സഹോദരൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം എന്തായാലും പോലീസിനെ സ്വാധീനിച്ച് രക്ഷപ്പെടുത്താനൊന്നും ശ്രമിക്കുന്നില്ല. കേരളം ഭരിക്കുന്നത് CPM ആണ്. CPM രാഷ്ട്രീയ ശത്രുവായ യൂത്ത് ലീഗിൻ്റെ നേതാവിൻ്റെ സഹോദരനെതിരെ നിയമപരമായ നടപടിയെടുക്കാം. അത് കോൺഗ്രസുമായിട്ടോ UDF ഒന്നും ഒരു ബന്ധവുമില്ല. അത് ആ ഒരു വ്യക്തിപരമായ കാര്യമായിട്ട് അവിടെ തീരുന്നുണ്ട്. ഈ ചർച്ചയുടെ പോക്കെന്തായാലും രസകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പി കെ ഫിറോസിനെയും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും യൂത്ത് ലീഗ് നേതാക്കളെയും ഒക്കെ കുറേ കാലമായിട്ട് CPM കണ്ടാൽ വല്ലാതെ കലിതുള്ളുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ MSFും KSUവും ഒക്കെ ഒരുമിച്ച് മത്സരിച്ച് ചെയർമാനായിട്ടും ജനറൽ സെക്രട്ടറിയായിട്ട് MSFും അധികാരത്തിലെത്തിയിട്ടുണ്ട്, ചരിത്രത്തിലാദ്യമായിട്ട്. അപ്പോൾ യൂത്ത് ലീഗിനും MSFിനും എതിരെയുള്ള CPM ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഹാലിടൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഫിറോസിനെതിരെ എന്തെങ്കിലും സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കാനല്ലേ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 9 വർഷമായിട്ട് ഈ കേരളത്തിൻ്റെ ഭരണ രംഗത്തിരിക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് ഈ ജയിലിൽ പോയ പ്രതികൾക്ക് യാത്രയപ്പ് കൊടുക്കാനല്ലല്ലോ, ആണോ? അതോ പ്രതികൾക്ക് പോലീസ് സംരക്ഷണത്തിൽ കള്ളു കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കാനാണോ? ഇവരെയൊക്കെ കണ്ടെത്തി പിടിച്ച് ജയിലിലിടുന്നേ, അതിനല്ലേ ഗവൺമെൻറ്റും ഭരണമൊക്കെ ഉള്ളത്. ഇതിപ്പോൾ UDFുമായിട്ടൊന്നും ഇതിനെ കൂട്ടിക്കെട്ടണ്ട. നമ്മളുടെ പി കെ ഫിറോസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു കേസിൽ അകപ്പെട്ടിട്ടുണ്ട്. അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കഞ്ചാവൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് പോലീസിനെ ആക്രമിച്ചു എന്നൊക്കെയാണ് കേസ്. കേസ് കേരളത്തിലെ ഗവൺമെൻറ് അന്വേഷിക്കട്ടെ, പോലീസ് നടപടിയെടുക്കട്ടെ എന്നാണ് ഫിറോസ് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും ഈ UDFിൻ്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനില്ല. പിന്നെ ശ്രീ VPP മുസ്തഫ ഒരുപാട് കാര്യങ്ങളിലൂടെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യണം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളുടെ ലഹരി അനുകൂല നിലപാടും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ സർക്കാർ, ഏറ്റവും കൂടുതൽ ബാർ തുറന്ന സർക്കാർ, ഇതൊക്കെ ആരാണെന്നുകൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ഇപ്പം ലഹരി എന്ന് പറഞ്ഞാൽ മദ്യവും ലഹരിയാണ്, ബാർ ലഹരിയാണ്. ബാറിൽ മദ്യം കത്തിക്കുത്ത് നടക്കുന്നു, ബാറിൻ്റെ പുറത്ത് കത്തിക്കുത്ത് നടക്കുന്നു, ബാറിൻ്റെ വാച്ച്മാനെ കൊല്ലുന്നു, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാം ചർച്ച ചെയ്യുക. അത് മാത്രവുമല്ല, TP വധക്കേസിലെ പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴോ അങ്ങാണ്ട് പോലീസ് നോക്കി നിലയ്ക്ക് മദ്യപിക്കുന്ന വന്നിട്ട് ചിത്രമടക്കം വന്നിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാം. അതുമാത്രവുമല്ല, ഒരാളുടെ കാല് വെട്ടിയ കേസിലെ പ്രതികൾക്ക് MLA അടക്കമുള്ളവർ ചേർന്ന് യാത്രയപ്പ് നൽകിയത് നന്മയുള്ള ചെയ്തു എന്നാണ് ഇന്ന് KK ശൈലജ ടീച്ചറുടെ പ്രസ്താവന ഞാൻ കേട്ടത്. അപ്പം നന്മ ചെയ്യുകയാണെന്ന്, നന്മ എന്താണ് നന്മ
എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ ഇപ്പൊ ഈ കൈരളി ഈ ദിവസം ഇതെന്താ ചർച്ച ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ശരത്ത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് ഈ വക കാര്യങ്ങളിലൊന്നും ഒരു ഫലപ്രദമായ നിലപാടെടുക്കാനോ നിയമപരമായ നടപടി എടുക്കാനോ കരുത്ത് വരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കരുത്ത് വരാത്തത്? അവരുടെ മടിയിൽ വല്ല കനമുണ്ടോ, അല്ലെ അവരുടെ പാർട്ടിക്ക് വല്ല കനമുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കണം. അതൊക്കെ അന്വേഷിച്ച് വരുമ്പോഴാണ് PPP മുസ്തഫ പറഞ്ഞ കാര്യങ്ങളിലെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നത്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, അത് നിങ്ങളുടേതായ ഒരു രാഷ്ട്രീയമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഏതായാലും ഇത്തരം കേസുകൾ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും, മുമ്പ് പറഞ്ഞ കാസർഗോഡ് 125 കിലോ കഞ്ചാവുമായി പിടിക്കപ്പെട്ടത് ആ പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ടൊരു ലീഗ് നേതാവാണ്, ലീഗ് ഭരിക്കുന്ന ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ തിരുവമ്പാടി കൂടരഞ്ഞിയിൽ സജീവമായ നിലയിലുണ്ട്. ഒരു MDMA സംഘത്തിനെ പിടിച്ചപ്പോൾ ഇപ്പോൾ ഈ ഫുജൈറിൻ്റെ കാര്യത്തിൽ എന്ന പോലെ അവരുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ആ ലിങ്ക് ഇവിടേക്ക്, ഈ പ്രാദേശിക നേതാവിലേക്ക്, അവിടെ സജീവ ലീഗ് പ്രവർത്തകനായ ആളിലേക്ക് പോയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന പശ്ചാത്തലത്തിൽ വേറെ ആര് നിൽക്കുന്നു? നിങ്ങൾ വിമർശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഏതായാലും താങ്കൾ ആ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയുണ്ട്. അത് കേട്ടിരിക്കുകയാണല്ലോ ശ്രീ മുസ്തഫയും, അല്ലെങ്കിൽ കേട്ടുകൊണ്ട് ഇനി എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ശ്രീ പ്രേംകുമാറും പറയട്ടെ. ഞാൻ അതിൽ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയം കളയണ്ട എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ഞാൻ പ്രേംകുമാറിലേക്ക് വരുമ്പോൾ ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊന്നുകൂടി ഗൗരവമായി നേരത്തെ ശ്രീ മുസ്തഫ പറഞ്ഞതും ജലീൽ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചതുമായൊരു പ്രശ്നമുണ്ട്. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ കണ്ട ഏറ്റവും വലിയ അഴിമതി അതാണ് UDF ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ കണ്ടത്. ഈ വിഷയങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞാണോ ജനാധിപത്യ സമൂഹം മുന്നോട്ട് പോകേണ്ടത്? ഇതിൽ ശരിയായ ചർച്ചകൾ നടക്കണ്ടേ? മാധ്യമങ്ങൾ ഈ വിഷയങ്ങളിൽ ടേക്കപ്പ് ചെയ്യണ്ടേ? അവിടെ ഈ പറഞ്ഞതിനോടൊപ്പം നിരവധിയായ ആരോപണങ്ങൾ കൂടി ആ ജില്ലാ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മൾക്കൊന്ന് കേൾക്കാം. അത് കേട്ടുകൊണ്ട് ഇപ്പോൾ PK ഫിറോസിനെ കുറിച്ച് നേരത്തെ ശ്രീകുമാർ പറഞ്ഞത് അദ്ദേഹം എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. തൃപ്തികരമാണോ? PK ഫിറോസിൻ്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ജലീലടക്കം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ തൃപ്തികരമായി പറയേണ്ടതെല്ലാം PK ഫിറോസ് പറഞ്ഞോ? മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി ഉയർന്ന ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടുണ്ടോ? ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടുണ്ടോ? താങ്കൾക്ക് എന്തു തോന്നുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. അത് ഞാൻ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം വീഡിയോ കണ്ട ശേഷം താങ്കളിലേക്ക് വരാം. ലീഗിന്റെ പുറത്താക്കലിന് പുല്ലുവിലയെ ലീഗിന്റെ പ്രവർത്തകന്മാർ കൽപ്പിക്കൂ. കാരണം ഈ സാമ്പത്തിക തട്ടിപ്പുകാരുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് എന്താണ് കഴിയാത്തത്? അവർക്ക് പൊള്ളും. ഈ പണം അവരുടെയൊക്കെ കയ്യിലാണോ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് TP ഹാരിസിനെ ചോദ്യം ചെയ്താലല്ലേ നമുക്കറിയാൻ വേണ്ടി പറ്റൂ. എപ്പോഴാണ് പുറത്താക്കുന്നത്? ഇതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ. ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം, അദ്ദേഹം എടക്കര ബാങ്ക് ശാഖയിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിപ്പ് നടത്തി എന്നുള്ള ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി വല്ല നടപടിയും എടുത്തോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ ഒരു ബാങ്കിൽ നിന്ന് പിടികൂടി. മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് പിടികൂടിയത്. എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആളുകൾ മാത്രം ഇത്യാദി കേസുകളിൽ ഒരു ജില്ലയിൽ ഇത്രയധികം പിടിക്കപ്പെടുന്നത്? നമ്മളുടെ ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാവുകയാണ്. അതിനെ മുസ്ലിം ലീഗ് വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു തരത്തിലുള്ള ഇടപെടലും ലീഗ് നേതൃത്വം ഇടപെടുന്നില്ല. കാരണം ഒരു വിരൽ ആർക്കെ എതിരെയെങ്കിലും ചൂണ്ടിയാൽ 4 വിരല് അവർക്കെതിരെയാണ് ചൂണ്ടുന്നത് എന്ന് അവർക്കറിയാം. ശരി, അതുകൊണ്ടാണ് അവരിതിനെ ചോദ്യം ചെയ്യാത്തത്. ഡോക്ടർ പ്രേംകുമാർ, മുമ്പ് ഞാൻ ചോദിച്ചതും ഇപ്പോൾ ജലീൽ പറഞ്ഞതിൽ നിന്ന് കേട്ടതും നേരത്തെ VPP മുസ്തഫ പറഞ്ഞതും അതിനോടുള്ള N ശ്രീകുമാറിന്റെ സമീപനവും താങ്കളുടെ ഊഴം. M ശ്രീകുമാറിന് CPM-ലും ഭരണത്തിലും വലിയ പിടിപാടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഈ മാതിരി തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്താൽ പോരേന്ന്. കൈരളിയിൽ വാർത്ത വന്നോന്ന് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിലൂടെ റിപ്പോർട്ടർ TVയിലെ ഒരു സീനിയർ വനിതാ ജേർണലിസ്റ്റിനെതിരെ അശ്ലീല പ്രചരണം നടത്തിയതിന് മരുതോങ്കരയിലുള്ള കോൺഗ്രസ് നേതാവ് പ്രകാശൻ എന്ന് പറഞ്ഞ ആളെ ഇതാ കേരള പോലീസ് പൊക്കി കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു.
ഫേസ്ബുക്കിൽ ഓൺലൈനിൽ വാർത്ത വന്നിട്ടുണ്ട്. മരുതോങ്കര എന്ന് പറഞ്ഞ സ്ഥലം എം ശ്രീകുമാറിന് അറിയാതിരിക്കില്ല. അവിടെയാണ് പി ടി ചാക്കോ നഗർ. പണ്ട് പി ടി ചാക്കോ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവിന്റെ കാറിന്റെ പിറകിൽ ആരോ ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസിൽ തന്നെയുള്ള ആളുകൾ പ്രചരണം നടത്തിയെന്നും അതിന്റെ പേരിൽ മനസ്താപം ഉണ്ടായിട്ട് അവിടെ ഒരു സ്ഥലത്ത് മരുതോങ്കരയെ പോയി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് കേരളത്തിലെ കോൺഗ്രസ് പിളർന്നിട്ട് കേരള കോൺഗ്രസ് ഉണ്ടായത്. അങ്ങനെ ഒരു നാറ്റക്കേസ് ഉണ്ടായിരുന്നു അന്ന്. ആ നാട്ടിൽ വെച്ച് വൃത്തികേട് പറഞ്ഞതിന് പ്രകാശൻ എന്ന പേരായ കോൺഗ്രസ് നേതാവിനെ ഇതാ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. തൃശ്ശൂരിൽ ഇപ്പൊ ബസ് പിടിച്ചാൽ ശ്രീകുമാറിന് അവിടെ പോയിട്ട് ഇയാൾക്ക് ജയിലിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. 125 കിലോഗ്രാം കഞ്ചാവ് യൂത്ത് ലീഗിന്റെ നേതാവിന്റെ കയ്യിൽ നിന്ന് പിടികൂടി എന്നുള്ളത് ഫാക്റ്റ് ആണ്. അതാണ് കെ ടി ജലീൽ പറഞ്ഞത്. ഇവിടെ CPIMന്റെ പ്രതിനിധി VPP മുസ്തഫ പറഞ്ഞത്. കോൺഗ്രസിന്റെ ശ്രീകുമാർ പറയുന്നത് കേരളത്തിൽ എത്ര ബാറുകൾ ഉണ്ടെന്നും അവിടെ എത്ര വിൽക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ ഏറ്റവും യോഗ്യനായ ആള് ശ്രീകുമാറിന്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള MP ആയിട്ടുള്ള UDFന്റെ കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശാണ്. മൂപ്പർക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാറുള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ്. ദയവീത് ഈ മാതിരി വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ വൃത്തികേട് നിങ്ങളുടെ തലയിലേക്ക് തന്നെ വാരി വെക്കരുത്. ഈ വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ ഒരു മടിയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ന്യായീകരിക്കരുത്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവർ ഉൾപ്പെടുന്ന എല്ലാ പാർട്ടികളിലും ഉണ്ടാവാറുണ്ട്. അതല്ല സംഗതി. വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വളരെ എന്താ പറയാ കൃത്യമായ തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ്. തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് നേതാവ് 10 കോടിയാണ് തട്ടിച്ചത്. അയാളെ പിടിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞങ്ങളുടെ മലപ്പുറത്തുള്ള ബീരാൻ എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പിടികൂടിയത് ബോംബെയിൽ നിന്നാണ്. നോക്കൂ, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തുന്നു. എന്നിട്ട് ഗൾഫിലേക്ക് പോകുന്നതിനിടയ്ക്ക് മുംബൈയിൽ നിന്നാണ് പോലീസ് പിടിക്കുന്നത്. അപ്പൊ ഇതിന്റെയും കുഴപ്പം പിണറായി വിജയൻ തന്നെയാണ്. വേറെ അർത്ഥം പറഞ്ഞാൽ സത്യമാണ്, CPIM ആണ് ഇതിന് ഉത്തരവാദികൾ കേരളത്തിലെ ജനങ്ങളാണ്. കാരണം 10 കൊല്ലം തുടർച്ചയായിട്ട് അഴിമതി നടത്താതെ ഇവർക്ക് പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ വരുന്ന വാർത്തകളൊന്നും അഴിമതിയല്ല. അഴിമതി എന്ന് പറഞ്ഞാൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളാണ്. ഇത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളല്ല, ഇത് സാക്ഷാൽ മോഷണമാണ്, ക്രിമിനൽ പ്രവൃത്തിയാണ്. ഇനി കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് നോക്കൂ. നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് 5-ലധികം ആളുകളാണ്. എല്ലാവരും ചെയ്തത് ഒരു കാര്യമാണ്, പാലോട് രവി അടക്കമുള്ള ആളുകൾ ഉള്ള കാര്യം തുറന്നു പറയാണ് ചെയ്തത്. വയനാട്ടിൽ 100 വീട് രാഹുൽ ഗാന്ധിയുടെ വക, 100 വീട് KPCCയുടെ വക, 100 വീട് സിദ്ധരാമയ്യയുടെ വക, 30 വീട് യൂത്ത് കോൺഗ്രസിന്റെ വക. ജൂലൈ മാസത്തിലാണ് രാഹുൽ ഗാന്ധി തറക്കല്ലിടുന്നു പറഞ്ഞത്. ഞങ്ങൾ കോഴിക്കോട്ടും കേരളത്തിലൊക്കെ ഇപ്പൊ ഓഗസ്റ്റ് ആണ്. ശ്രീകുമാറിന്റെ നാട്ടിൽ ഏതാണ് മാസമെന്ന് അറിയില്ല. രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചാണ് നിങ്ങളുടെ പത്രം നിങ്ങളുടെ പേജിൽ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ മൊത്തത്തിൽ ആദരിക്കുന്ന ഒരു നേതാവാണ് അയാളെയും കൂടി നിങ്ങൾ തട്ടിപ്പുകാരനാക്കി. പിരിച്ച പൈസയുടെ കണക്കില്ല, പിരിച്ച പൈസ എവിടെയുമില്ല. വേറെ ആരൊക്കെയോ വേറെന്തെല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തതും വേറെന്തെല്ലോ കഥകളും കേൾക്കുന്നുണ്ട്. ഇവിടെ ചർച്ചയിൽ പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറയാൻ പറ്റാത്തതാണ്. 2021 ഇതേ സമയത്ത്, അതായത് 1ാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം, ഞാനൊക്കെ പലപ്പോഴും ചർച്ചകളിൽ വന്നിരുന്നത് കോൺഗ്രസും BJPയും മീഡിയയും കൂടെ CPM നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ഇന്നേവരെ ഒരു തരത്തിലും തെളിയിക്കാൻ പറ്റാത്ത അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാനായിരുന്നു. ഇപ്പൊ ഇത് 2ാം പിണറായി സർക്കാരിന്റെ 5ാം വർഷത്തിൽ നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ പച്ച വെളിച്ചത്തിൽ നടത്തിയ ക്രിമിനൽ പ്രവൃത്തികളും അതുപോലുള്ള മോഷണങ്ങളുമാണ്. ഇപ്പൊ പറയാറുണ്ട്, ഈ കഴിഞ്ഞ മെയ് 20-ന് ശേഷം കേരളത്തിൽ മഴ പെയ്യാത്ത ഒരൊറ്റ ദിവസവും ഇല്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒരു നേതാവെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ദിവസം പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഭരണത്തിന്റെ അവസാന ദിവസം എത്തുമ്പോൾ മഹാനായ MN കാരശ്ശേരി പറഞ്ഞത് ഇപ്പൊ എനിക്ക് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാവുന്നു. 2ാം വട്ടം ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അഹങ്കാരം കൂടുന്നല്ല, ഇവന്മാരുടെ കാരശ്ശേരി മാഷയുടെ പാർട്ടിയുടെ ആൾക്കാരുടെ അഴിമതിയും നിക്കക്കളിയും ഇല്ലാതാവും എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയെ, ഈ ഒരു മലിന മുന്നണിയെ ഇനി എങ്ങനെയാണ് കേരളം ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും അംഗീകരിക്കുക എന്നുള്ളതാണ് വലിയ ഭീഷണി. കാരണം ഒരു പ്രതിപക്ഷം ഇല്ലാതായി പോകുന്ന ജനാധിപത്യം എന്നുള്ളത്, കേരളം എന്നുള്ളത് തീരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള കാര്യമല്ല.
ഈ മാതിരി വൃത്തികേടുകളെ ഒരു മടിയുമില്ലാതെ വന്ന് ന്യായീകരിക്കാൻ നിൽക്കുന്ന ശ്രീകുമാറിനെ പോലെയുള്ള ആളുകളെ 4 കൈകൂട്ടി തൊഴുന്നു. നിങ്ങളുടെ തൊലിക്കെട്ടി അപാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി, അദ്ദേഹം പറഞ്ഞത് പി കെ ഫിറോസ് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത്, വളരെ ഗൗരവമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിന് രാഷ്ട്രീയമായ മറുപടി പറയാൻ രാഷ്ട്രീയ പാർട്ടികളും അതിൽ ആരോപിതരായവരും ഉത്തരവാദപ്പെട്ടവരില്ലേ, ബാധ്യസ്ഥരല്ലേ? അങ്ങനെ നോക്കിയാൽ ഫിറോസ് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞോ, വിശദീകരിച്ചു കഴിഞ്ഞോ? അതിനുകൂടി രണ്ട് പ്രശ്നമുണ്ടല്ലേ. ഒന്ന് വളരെ സിമ്പിളായി കേവല യുക്തി വെച്ചാൽ പി കെ ഫിറോസ് ഒരു ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വലാണ്, അദ്ദേഹത്തിന്റെ സഹോദരൻ മറ്റൊരു ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വലാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം ചെയ്ത ക്രൈം എന്താണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ അറിവിൽ ഒരാൾ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടുന്ന ബാധ്യത ഏതൊരു സിറ്റിസനും ഉണ്ട്. പി കെ ഫിറോസിനെ പോലുള്ള തോറ്റുപോയെങ്കിലും MLA ആവാൻ മത്സരിച്ചിട്ടുള്ള യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്ക് കേരളം മുഴുവൻ എന്താ പറയാ ഈ ക്യാമറ വരുമ്പോൾ അതിനെ കൊട്ട വെച്ച് മൂടുകയും അല്ലാത്തപ്പം മയക്കുമരുന്നിനെതിരെ രാത്രി സമരം നടത്തുകയൊക്കെ ചെയ്ത ആള് സ്വന്തം വീട്ടിലും അറിവിലുള്ള ആരായിരുന്നാലും അത് പോലീസിൽ അറിയിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. പിന്നെ ഇപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് അറിയോ, പോലീസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ലല്ലോ. ഏത് പോലീസിലുള്ള എന്ത് സ്വാധീനം? ഇവിടെ വേറെ ആളാണ് പോലീസ് ഭരിക്കുന്നത്. ഈ കാലം വേറെയാണ്. ഇവിടെ ഭരിക്കുന്നത് ലീഗല്ല, ഇത് കുന്നമംഗലമല്ല, ഇത് കാശ്മീരിലേക്കുള്ള ഫണ്ട് തട്ടിച്ച കാലമല്ല. ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്നുള്ളത് വലിയ കാര്യമായിട്ട് പറയുകയാണ്. ഇങ്ങനെ അല്ലല്ലോ പറയേണ്ടത്. ഇനി മാത്രമല്ല, മറ്റു പലർക്കുമെതിരെ ഇതേപോലുള്ള ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് ഇദ്ദേഹം ഇതല്ലല്ലോ പറഞ്ഞത്. ആ വ്യക്തിയാണ്, വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, മറ്റുള്ളവരെ കണക്ട് ചെയ്യുന്നില്ലല്ലോ എന്നല്ലല്ലോ പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൻ 366 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെമിക്കൽ അനാലിസിസ് ടെസ്റ്റ് നടത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും 1 വർഷം 366 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിന് വേണ്ട ചൂട്ട് പിടിച്ചു കൊടുത്തു, അവർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തതും ഇതേ പി കെ ഫിറോസ് ആയിരുന്നു. ദൈവം ഉണ്ടായിരുന്നോ, ദൈവം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് സംശയം തോന്നുന്നത് ഈ മാതിരി ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ശരി, ഞാൻ ശ്രീ VPP മുസ്തഫയിലേക്കാണ്. VPP, നേരത്തെ അദ്ദേഹത്തിൻ്റെ മറുപടികളിൽ 2 കാരണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, CPM ഹാലിളക്കം, ഈ ചർച്ച പോലും ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു ലക്ഷണമാണ് എന്ന നിലയിൽ ഒരു നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു മറുപടി താങ്കളൊരു CPM പ്രതിനിധി എന്ന നിലയിൽ പറയേണ്ടതുണ്ട്. 2, ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ ശൈല ടീച്ചറുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയിലെ അതായത് പ്രതികൾക്ക് യാത്രയപ്പ് നൽകാൻ മറ്റും ചെന്നു എന്ന രീതിയിലൊരു വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് വളരെ ഗൗരവമുള്ള ഇതിൽ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രതിനിധികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ളവർ പ്രതികളായ കഞ്ചാവ് കേസുകൾ, മയക്കുമരുന്ന് കേസുകൾ, രാസലഹരി കേസുകൾ, അതിൽ അറിയുന്ന ഒരു യൂത്ത് ലീഗിൻ്റെ സഹോദരനായിട്ടുള്ള സംസ്ഥാന നേതാവിൻ്റെ ഫിറോസിൻ്റെ ഇതിലെ സമീപനത്തെക്കുറിച്ചൊക്കെ വലിയ വിമർശനവും ആരോപണവും ഉയരുന്നത്. ഇത് ഒരു തരത്തിലും താരതമ്യമില്ല എന്നുള്ള കാര്യം വേറെ. പക്ഷേ അങ്ങനെ താരതമ്യം ചെയ്ത് ഗൗരവമായ വിഷയങ്ങൾക്ക് ഒരു ന്യായീകരണം ചമയ്ക്കാൻ ഈ ചർച്ചയിൽ അദ്ദേഹത്തിനോ കേരളത്തിൽ ലീഗിനോ കോൺഗ്രസിനോ കഴിയുമോ? മുമ്പ് അധികാരം 5 വർഷം കൂടുമ്പോൾ കിട്ടുമായിരുന്നു. സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായ അഴിമതി ശ്രീ മുസ്തഫ UDF ഭരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 10 വർഷമായിട്ട് ഭരണമില്ല. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ളൊരു അഴിമതിക്ക് സ്കോപ്പില്ലാത്തപ്പോൾ സാമ്പത്തിക തട്ടിപ്പിലേക്കും ഇത്തരം ക്രിമിനൽ നാടിന് മാരകമായ മയക്കുമരുന്ന് കച്ചവടത്തിലേക്കുമൊക്കെ പ്രവർത്തകർ പല വഴിക്കും വഴിതിരിയുകയാണോ? അത് കണ്ടില്ല എന്ന് നടിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ 2 പാർട്ടികളുടെയും നേതാക്കൾക്ക് പലയിടത്തും മാറേണ്ടി വരുന്നു. ഭൂമി തട്ടിപ്പ് കേസ് വരുന്നു, സാമ്പത്തിക തട്ടിപ്പ് വരുന്നു, അതുപോലെ തന്നെ മയക്കുമരുന്ന് കേസുകൾ വരുന്നു, ഭരണം ഉള്ളിടത്ത് കൈയിട്ടു വരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. മുസ്തഫ, തീർച്ചയായിട്ടും ഇവിടെ ശ്രീകുമാർ അവകാശപ്പെട്ടത് ശരത്തെ അദ്ദേഹം UDF രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ഒരാൾ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ഫിറോസിന്റെ ഈ പ്രസ്താവന ഒന്നോടുകൂടി വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാണ്. ഞാൻ ശ്രീകുമാറിനെ പോലെ ഒരാളോട്, അഭിനന്ദനായ ഒരാളാണ് അദ്ദേഹം, ചോദിക്കുന്നത് താങ്കൾ UDF രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ഒരാളാവുമ്പോൾ ആ UDF രാഷ്ട്രീയം ജീർണതയിലേക്ക് പോകുമ്പോൾ അതിനെ തടയിടാൻ കഴിയണ്ടേ? അത് തുറന്നു പറയാനും അതിനെ വിമർശിച്ച് നേരെ നടത്തിക്കാനും കഴിയണ്ടേ? താങ്കൾ CPIM വിമർശിച്ചു, വലിയ പ്രശ്നമാണ് എന്ന്. നിങ്ങൾ നോക്കൂ, CPIM എത്ര കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഉൾപ്പെട്ടു പോയാൽ അപ്പം തന്നെ ഞങ്ങൾ നടപടിയെടുത്തില്ല. അതിലൊന്നും കാലതാമസമില്ലല്ലോ. മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങളിൽ, മറ്റ് കേസുകളിൽ
ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണമോ ന്യായീകരണമോ ഞങ്ങൾ നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു. CPIഎമ്മിൻ്റെ ആ മെക്കാനിസത്തെ ശ്രീകുമാറിന് അറിയാത്തതുമല്ല. ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയ, പാർട്ടി സ്വയം അതിൻ്റെ കേഡർമാർക്ക് വെക്കുന്ന മാനദണ്ഡങ്ങൾ, അവരുടെ ജീവിതത്തിൽ സ്വഭാവത്തിലൊക്കെ ആ കാര്യങ്ങൾ കാണുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രശ്നം എന്താ, ശൈല ടീച്ചർ അല്ലെങ്കിൽ പിന്നെ ഈ കേസിൽപ്പെട്ട ആളുകൾക്ക് സിന്ദാബാദ് വിളിക്കുന്നു. ഏതാ കേസ്? നമ്മുടെ നാട്ടിൽ രാജ്യത്തുടനീളം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ് RSS. ആ RSSന്റെ ഭാഗമായി നിന്ന് CPIഎമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അന്നത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അദ്ദേഹം രാവിലെ പണിക്ക് പോകുന്ന ഒരാളാണ്. പുലർച്ചെ തൻ്റെ തൊഴിലായിട്ടുള്ള നിർമ്മാണ തൊഴിലിന് പോകുമ്പോൾ ആ പുലർകാലത്ത് വെട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായ സംഘർഷം, അതിൽ മറ്റൊരു RSSകാരന് പരിക്കേറ്റു. ആ കേസിൽ കുറച്ച് CPIഎമ്മുകാർ ശിക്ഷിക്കപ്പെട്ടു, അവർ ജയിലിൽ പോകുന്നു. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് പോകുന്ന ആളുകളോട് മറ്റു സഖാക്കൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അതിലെന്താണ് ഒരു വല്ലാത്ത അപാകത, സമൂഹത്തെ ആകെ ബാധിക്കുന്ന വല്ലാത്തൊരു പ്രശ്നമുള്ളത്? അതവിടെ ആ നിലയിലല്ലേ കാണേണ്ടതുള്ളൂ. പക്ഷേ ഇവിടെ ഈ സാമ്പത്തിക തട്ടിപ്പുകളും ലഹരി ഇടപാടുകളും അഴിമതികളും UDFന്റെ അറിയപ്പെടുന്ന നേതാക്കൾ, അത് സമൂഹത്തിനാകെ നൽകുന്ന സന്ദേശം എന്താണ്? അത് ആ പാർട്ടിയിലുള്ളവർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അത് കാണേണ്ടതില്ലേ? എന്താ കോൺഗ്രസും മുസ്ലിം ലീഗും? ഇപ്പോൾ മുസ്ലിം ലീഗ് പേരിൽ തന്നെ ഒരു മതചിഹ്നമുള്ള പാർട്ടിയാണല്ലോ ശ്രീകുമാറെ. താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഇസ്ലാം മതത്തെക്കുറിച്ചൊക്കെ കുറച്ചതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കി വെച്ച ഒരാളുമായിരിക്കുമല്ലോ. ഈ ഇത്തരം ലഹരി ഉപയോഗങ്ങളോട് ഹറാം, അത് നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളൊക്കെ മദ്രസയിൽ ഇപ്പോൾ മുസ്തഫ എന്ന പേരുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പിന്നെ മുസ്ലിം രക്ഷിതാക്കളുടെ മകനായി ജനിച്ചതുകൊണ്ട് മദ്രസയിൽ പോയി പഠിക്കാൻ ഇടവന്നിട്ടുണ്ട്. ആ മതപാഠങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതിലൊക്കെ ചെറിയ കാലം തൊട്ട് ഒരു 5 വയസ്സ് തൊട്ട് ഞങ്ങൾ കേൾക്കുന്നത് എന്താ? നിഷിദ്ധമാക്കപ്പെട്ട ഹറാമാക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അത് ചെയ്താലുള്ള പരലോകത്തെ നരകത്തിൻ്റെ ശിക്ഷയെ കുറിച്ചിട്ടാണ്. അങ്ങനെ കേട്ടുപഠിച്ച് എന്നിട്ട് ആ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും ലഹരി കച്ചവടവും നടത്തുമ്പോൾ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെയേ അല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അവർ ലീഗിൻ്റെ ആളുകൾ വിശേഷിപ്പിക്കുക, ഈ PK ഫിറോസൊക്കെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്നത് ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ എന്നാണ്. ഞങ്ങളങ്ങ് വിട്, ഭൗതികവാദികളല്ലേ. പക്ഷെ നിങ്ങളതല്ലല്ലോ. ഈ ഇഹലോകത്തെ കാര്യം മാത്രമല്ല, പരലോകം കൂടി പറഞ്ഞിട്ട് ഈ വേദവും ഖുറാനും നബിതിരുമേനിയുടെ സൂക്തങ്ങളും എല്ലാം പറഞ്ഞ് ആളുകളെ പഠിപ്പിക്കുന്ന മതം, ആ ദീനും ലീഗും എല്ലാം ഒന്നാണെന്ന് കരുതുന്ന ആളുകൾ, അങ്ങനെ പഠിപ്പിച്ച് ഒരു ജനക്കൂട്ടത്തെ വോട്ടിനു വേണ്ടി അധികാരത്തിനു വേണ്ടി കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർക്ക് പറഞ്ഞ പണിയാണോ ഇത്? അങ്ങനെ വിമർശിക്കാൻ UDFനെ പിന്തുണക്കുന്ന രാഷ്ട്രീയത്തിന്റെ ആൾക്ക് ബാധ്യതയില്ലേ? ഇത് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ല എന്ന് പറയാൻ. അവിടെയാണ് KT ജലീലിന്റെ ചോദ്യം വരുന്നത്. PK ഫിറോസിന്റെ സഹോദരൻ ഒരൊറ്റ ദിവസം യാദൃശ്ചികമായി പോലീസിനെ ആക്രമിച്ചൊരു കേസിൽ പ്രതിയാകുന്നതാണോ? എങ്ങനെയാ പോലീസ് അദ്ദേഹത്തെ തേടി പോകുന്നത്? അദ്ദേഹത്തെ തേടിയിട്ടാണ് പോലീസ് പോകുന്നത്, കുന്നമംഗലം പോലീസ്. എന്തിനാ ശ്രീകുമാറെ പോകുന്നത്? അതിന് തലേ ദിവസം റിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിടികൂടുകയാണ്. അയാളുടെ ഫോണിൽ നിന്ന് ഈ PK ബുജൈർ എന്ന് പറയുന്ന PK ഫിറോസിന്റെ യൂത്ത് ലീഗ് നേതാവിന്റെ സഹോദരനുമായി നടത്തിയിട്ടുള്ള ചാറ്റിങ്ങിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നു. അതെന്താ? റിയാസിനോടും ബുജൈറും തമ്മിൽ ഈ ലഹരി ഇടപാടിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിയാസിന്റെ ഫോൺ പിടിച്ചെടുത്തതിന് ശേഷം പോലീസ് ഈ ബുജൈറിനോട്, PK ഫിറോസിന്റെ സഹോദരനോട് റിയാസ് ആണെന്നുള്ള മട്ടിൽ ചാറ്റിംഗ് തുടരുന്നു. അപ്പോഴാണ് ഞാനിതാ ഇന്ന ബസ് സ്റ്റോപ്പിലുണ്ട്, എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട്, സാമഗ്രികളുണ്ട് എന്ന് പറയുന്നത്. ആ നിലയിലാണ് പോലീസ് കറക്റ്റായിട്ട് പോയിട്ട് അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെ മയക്കുമരുന്ന് കിട്ടിയില്ല, പക്ഷേ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് വേണ്ട സാമഗ്രികളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഈ റിയാസുമായിട്ട്, മയക്കുമരുന്നിൻ്റെ പേരിലുള്ള റിയാസുമായിട്ട് നടത്തിയ ഇടപാടിൻ്റെ
ചാറ്റിങ്ങിന്റെ വിവരങ്ങളുള്ള ആ മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഓണാക്കി കൊടുക്കാത്തത്. 123 കിലോ കഞ്ചാവുമായിട്ട് ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് ലഹരി ഇടപാടിന് ഇറങ്ങുന്നതായിരിക്കില്ലല്ലോ. എങ്ങനെയാണ് ഒരു ലീഗ് നേതാവിന് അത് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? നേരത്തെ പറഞ്ഞ താങ്കൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ കൈകാര്യം ചർച്ച ചെയ്തിട്ടുള്ള ഈ കേസ്, നിക്ഷേപ തട്ടിപ്പ് കേസുകൾ, അത് ജ്വല്ലറിയുടെ പേരിൽ, അതുപോലെ ഇപ്പം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ കണ്ട്, എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയുന്ന ഒരാൾക്ക്, ആ മുസ്ലിമിന്റെ ദീനിന്റെ പേര് പറഞ്ഞിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത്? എത്ര നികൃഷ്ടമായിട്ടാണ് ദീനിനെയും ലീഗിനെയും അവർ കൂട്ടിവയ്പ്പിക്കുന്നതെന്ന് ശ്രീകുമാറെ താങ്കളും കേട്ടിട്ടില്ലേ? കോഴിക്കോട് ഒരു വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് മുസ്ലിം ലീഗിന്റെ വലിയ പൊതുയോഗം കടപ്പുറത്ത് നടന്നു. ആ പൊതുയോഗത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുൾ റഹ്മാൻ കല്ലായിയും KM ഷാജിയും നടത്തിയ പ്രസംഗം, കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ പിണറായി വിജയന്റെ മകളുടെ ഭർത്താവുമായ റിയാസിനെ കുറിച്ചിട്ട് എന്താ അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞത്? അവൻ കാഫിറായി, മതത്തിൽ നിന്ന് പുറത്തായി, അന്യമതക്കാരിയെ കല്യാണം കഴിച്ചു റിയാസ്. ലീഗിന്റെ പൊതുയോഗത്തിലാണ് മതം പറയുന്നത്, രാഷ്ട്രീയമല്ല പറഞ്ഞത്. റിയാസിന്റെ വിവാഹബന്ധത്തെ വെച്ചിട്ട് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് മതം കൊണ്ടുവന്ന്, ദീനിനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു പാർട്ടിയുടെ നേതാക്കൾ ഇമാതിരി തട്ടിപ്പും വെട്ടിപ്പും ലഹരി കച്ചവടവും എല്ലാം നടത്തിയിട്ട് താങ്കൾക്ക് അതിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ല? UDF പിന്തുണക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ താങ്കൾ അതിലൊരു കുഴപ്പവും കാണുന്നില്ല? അത് വലിയ നിലയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒന്നല്ലേ? അത് വലിയ നിലയിൽ ഖേദമുണ്ടാക്കുന്ന ഒന്നല്ലേ? ഇനി കോൺഗ്രസോ? കോൺഗ്രസ് ഗാന്ധിയൻ ധാർമ്മികതയുടെ ആളുകളല്ലേ? വയനാട്ടിലെ DCC വൈസ് പ്രസിഡന്റിന്റെ ആത്മഹത്യക്ക് ഇപ്പോഴും പരിഹാരം ഉണ്ടാക്കിയോ? അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോഴും തെരുവിൽ അലയുകയല്ലേ? ഈ പറഞ്ഞ ആനാട് ശശിയുടെ മരണം 45 വർഷമായി മനോരമയുടെ ലേഖന, കോൺഗ്രസിന്റെ നേതാവ്, അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നയാളല്ലേ? 1.5 കോടി ഉറുപ്പികയല്ലേ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്? എന്തൊരു ഭീകരമായ അവസ്ഥയാണ്! അവിടെ തന്നെയല്ലേ ഭൂമി തട്ടിപ്പ്, വേറൊരാളുടെ ഭൂമി വ്യാജ രേഖയുണ്ടാക്കി വിറ്റിരിക്കുന്നു, അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഏതെല്ലാം തരത്തിൽ ഇതൊന്നും ഇങ്ങനെ ഗാന്ധിയൻ ധാർമ്മികതയും ഇസ്ലാം ദീനിന്റെ കാര്യങ്ങളും പറയുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും രാഷ്ട്രീയമായിട്ട് ഈ അധപ്പതനത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ യാതൊരു കുഴപ്പവും ശ്രീകുമാർ കാണുന്നില്ലെങ്കിൽ പിന്നെ ഏത് UDF രാഷ്ട്രീയത്തെയാ താങ്കൾ പിന്തുണക്കുന്നത്? ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന UDF രാഷ്ട്രീയത്തെയാ? അത് പറയാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട്. അതിനു പകരം ശരത്ത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അതിനു പകരം ശ്രീകുമാർ ശ്രമിക്കുന്നത് എന്താ? എല്ലാ പാർട്ടിയും കണക്കന്നെ, എല്ലാ പാർട്ടിയും ഒരുപോലെ എന്ന യുക്തി ഉണ്ടാക്കി ഇടതുപക്ഷവും വലിയ ഗുണമൊന്നുമില്ല, CPM ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ചില സംഗതികൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ശ്രീകുമാറിന് തന്നെ അത് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ലോജിക് ഉണ്ട് എന്ന് തോന്നുമെന്ന് എനിക്ക് കരുതുന്നില്ല. ശ്രീകുമാർ, ഇവിടെ മയക്കുമരുന്ന് കേസുകൾ, അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, ഇതെല്ലാമാണ് ഇവിടെ സംസാര വിഷയമായി വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ തന്നെ രാഷ്ട്രീയമായ റൂട്ട് ലീഗുമായി ബന്ധപ്പെട്ട്, കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊക്കെ എണ്ണി പറയാവുന്ന സാഹചര്യം നിൽക്കുകയാണ്. കേസിൻ്റെ വഴിക്ക് തന്നെ നിശ്ചയമായി പോവുകയാണ്. ഇതിലൊക്കെ പ്രതികൾ പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ പിടിച്ചല്ലോ, പിണറായിയുടെ പോലീസ് അന്വേഷിക്കൂ വേണമെങ്കിൽ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു മുന്നണിക്കോ വർത്തമാനം പറഞ്ഞ് നിൽക്കാനാവുമോ? അത്തരം ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ, അത്തരം പങ്കാളിത്തമുള്ളവരുണ്ടെങ്കിൽ എന്ത് നടപടി ശക്തമായി ആ പാർട്ടികൾ സ്വീകരിച്ചു എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയേണ്ടതല്ലേ? ഇതാ ഇപ്പോൾ ഇവിടെ VPP മുസ്തഫ ഉന്നയിച്ച മലയാള മനോരമയുടെ പ്രാദേശിക ലേഖകനായിട്ടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആളിൻ്റെ ആത്മഹത്യ, ആ ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ ചുരുക്കം കാര്യങ്ങളൊന്ന് കണ്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്, ശ്രീകുമാറിലേക്കാണ്. കാരണം വേറൊന്നുമില്ല, ഡിപ്രഷൻ കൊണ്ട് പുള്ളിയുടെ പണം നഷ്ടപ്പെട്ടതിലുള്ള ഡിപ്രഷൻ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് 20,000 രൂപ കിട്ടിയെന്നാണ് ഞാൻ കണ്ട ന്യൂസ്. അതിന് അതിൽ കൂടുതലൊന്നും കിട്ടാൻ വഴിയില്ല. പല പ്രാവശ്യം ചോദിച്ചു, അവിടുത്തെ അവർ പല ഒഴിവഴികളും പറഞ്ഞു മാറിയെന്നാണ് പറയുന്നത്. മമേ ഉള്ളൂ, ആള് ഏകദേശം കണ്ടാൽ നമുക്ക് ഒരു കഷ്ടം തോന്നുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യമൊക്കെ പോയി, മാനസികമായി തകർന്ന്, ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റൊന്നുമില്ല, അതൊക്കെ അങ്ങനെ പോവുകയായിരുന്നു. പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അസ്തമിച്ചു. അതാണ് എൻ്റെ കാരണം. നോക്കൂ ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സംസാരിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘമാണ്. ചോദിച്ചു കുഴഞ്ഞു. അത് അദ്ദേഹത്തെ വിഷാദ രോഗത്തിലേക്ക് നയിച്ചു. സഹോദരൻ തന്നെ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ പോലെ അന്വേഷിക്കാൻ നടപടികളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായ
കേസുകൾ ഓരോന്നും പരിശോധിച്ചാൽ സംഘടനാപരമായ നടപടികൾ ഈ പ്രതികൾക്കെതിരെ, ഈ കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ, അതിൻ്റെ പേരിൽ ഇപ്പോൾ റിമാൻഡിലായവർക്കെതിരെ സംഘടനാപരമായ നടപടികൾ എടുത്തു എന്ന് വിശദീകരിക്കാൻ കോൺഗ്രസിനും ലീഗിനും മതിയായ രീതിയിൽ കഴിയുന്നുണ്ടോ? രാഷ്ട്രീയമായി വരുന്ന വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ? അല്ലാതെ പിണറായിയുടെ പോലീസ് അന്വേഷിക്കൂ, കണ്ടെത്തൂ എന്നു പറയുന്നതല്ലല്ലോ മറുപടി. നോക്കൂ ശരത്തെ, ഞാൻ ഈ വ്യക്തിപരമായിട്ട് ആളുകളെ ആക്ഷേപിക്കുന്ന സ്വഭാവം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ചർച്ചയ്ക്ക് എപ്പോഴും രാഷ്ട്രീയ മാനമേ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുകയോ എഴുതുകയൊക്കെ ചെയ്തിട്ട് പിന്നെ മാപ്പ് പറയുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് ഞാനതിൽ രാഷ്ട്രീയം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ശ്രീ VPP മുസ്തഫ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശരത്ത് ഇപ്പോൾ നമ്മുടെ ആ നെടുമങ്ങാട് ബാങ്കുമായി ബന്ധപ്പെട്ട് നിക്ഷേപകൻ, മലയാള മനോരമ ലേഖകൻ ആത്മഹത്യ ചെയ്ത അദ്ദേഹം അസ്വസ്ഥനായി മരിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. വളരെ ശരിയാണത്. കാരണം ഒരു മനുഷ്യൻ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം സഹകരണ ബാങ്കിൽ ഇങ്ങോട്ട് ഇട്ടാൽ അത് അവർക്ക് കൊടുക്കണം. അത് കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, ആര് ചെയ്താലും തെറ്റാണ്. അതിൽ ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ ആരോപണം കേട്ട അദ്ദേഹം ജീവനൊടുക്കിയ കഥയും നമുക്കറിയാം. ഇപ്പോൾ ആ ബാങ്കിൻ്റെ ആ മോഹൻ കണ്ട അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളിലും ഏത് പാർട്ടി ഭരിച്ചാലും നിക്ഷേപകരുടെ പണം എടുത്തിട്ട് അത് പാർട്ടിയാണെങ്കിലും ശരി, വ്യക്തികളാണെങ്കിലും ശരി, കൈകാര്യം ചെയ്യരുത്. ഇവിടെ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കാര്യം കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പ് CPM-മായി ബന്ധപ്പെട്ട് നടന്നാണ് കരുവന്നൂർ ബാങ്കും തിരുവനന്തപുരത്തെ കണ്ടല ബാങ്കും. അപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിലെ CPM-ൻ്റെ ഉന്നത നേതാക്കളും മുൻ മന്ത്രിമാരും ഒക്കെയാണ് ചോദ്യം ചെയ്യലിന് വിധേയമായത്. അതുമാത്രമല്ല, പരാതിക്കാർ മുഴുവൻ മുസ്തഫയുടെ പാർട്ടിയുടെ പ്രവർത്തകരാണ്. അവിടെ എത്രയോ പേര് ആത്മഹത്യ ചെയ്തു പണം കിട്ടാഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞ ഇതൊക്കെ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന പാർട്ടിയിൽ ഇങ്ങനെ നടന്നല്ലോ, അപ്പോൾ തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന പാർട്ടിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാരെ പുറത്താക്കണം. എന്താ സംശയക്കാര്യത്തിൽ അതാണ് ചോദ്യം. എൻ ശ്രീകുമാർ, കരുവന്നൂര് അതിശക്തമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. കരുവന്നൂരിലുണ്ടായ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ CPIM നേതൃത്വം നിർബന്ധിതമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടു വന്നിട്ടുണ്ട്. അവരത് ചെയ്തിട്ടുണ്ട്. സഹകരണ വകുപ്പ് നടപടികൾ എടുത്തിട്ടുണ്ട്. ആ ബാങ്ക് തിരിച്ച് നടപടികളിലേക്കും ഇടപാടിലേക്കും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഈ കേസിൽ നടപടിയെടുക്കണമെന്ന് താങ്കൾ പറഞ്ഞു. ഏത് കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തു? എങ്ങനെ ഇടപെട്ടു? കേരളത്തിലെ മാധ്യമങ്ങൾ, കരുവന്നൂർ ചർച്ച ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ആത്മഹത്യ ഉണ്ടായിട്ടും ചർച്ച ചെയ്തു. എത്ര നിസ്സാരമായി കാണുന്നു. ഇതല്ലേ പറയുന്നത് UDF-ന് കിട്ടുന്ന മാധ്യമ പരിലാളന എന്ന വിമർശനം. നമുക്ക് സൗകര്യമായി പറയാം, താങ്കൾക്ക് അന്വേഷിക്കൂ, നടപടിയെടുക്കൂ. ആര് ചെയ്തു? കോൺഗ്രസ് നേതൃത്വം തയ്യാറായോ? എൻ്റെ ചോദ്യം പ്രസക്തമല്ലേ? അപ്പോൾ രാഷ്ട്രീയമായ എന്ത് വിശദീകരണമുണ്ടതിന്? നേതൃത്വം എന്തേ മിണ്ടാത്തത്? ലീഗും കോൺഗ്രസും നോക്കൂ ശരത്തെ, കൈരളി ചർച്ച ചെയ്യുന്നത് പോലെ മറ്റ് ചാനലുകൾ ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാം? അത് അവരവരുടെ ഞാൻ ചോദിച്ചില്ല. ഞാനൊരു വിഷയം അവതരിപ്പിച്ചതാണ്. താങ്കൾ വിട്ടുകളഞ്ഞോളൂ. ഞാനൊരു വിഷയം അവതരിപ്പിച്ചിട്ടെന്ന് വിചാരിച്ചാൽ മതി. ശരി, പറഞ്ഞോളൂ. പക്ഷേ എന്റെ ചോദ്യത്തിന് താങ്കൾ കൂടി പറയേണ്ടി വരും. താങ്കൾ ധരിച്ചാൽ മതി, വിട്ടുകളഞ്ഞോളൂ. യെസ്, ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞല്ലോ കോൺഗ്രസ് നടപടി എടുക്കണം. എന്റെ ചോദ്യം പ്രസക്തമായി. കോൺഗ്രസ് ഏത് തരത്തിൽ ഇടപെട്ടു? ഒരു വിശദീകരണം കോൺഗ്രസ് പാർട്ടിയുടേതായി, സണ്ണി ജോസഫിൻ്റെതായി, KPC പ്രസിഡന്റേതായി ഈ നേരം വരെ നമ്മുടെ മുമ്പിലുണ്ടോ? നോക്കൂ, തിരുവനന്തപുരം DCCയുടെ പ്രസ്താവന ഇക്കാര്യത്തിൽ തിരുവനന്തപുരം ഈ പത്രങ്ങൾ എഡിഷൻ പേജിലാണ് എനിക്ക് വന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല. എന്തായാലും കോൺഗ്രസ് അക്കാര്യത്തിൽ അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് പിന്നീട് മരിച്ചുവല്ലോ. അപ്പോൾ പിന്നെ ആ പ്രശ്നം അത് കോൺഗ്രസിൻ്റെ നടപടി, ആ ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നടപടി എടുക്കേണ്ട കാര്യമില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ബാങ്കുമായി ബന്ധപ്പെട്ട് അത് ഒരുപാട് ബാങ്കുകളിൽ നിന്ന് ഈ നാട്ടിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു വിഷയമല്ലേ സംസാരിക്കുന്നത്, ഒരു മനുഷ്യന്റെ ആത്മഹത്യയല്ലേ സംസാരിക്കുന്നത്. താങ്കളെയും എന്നെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ അല്പം പക്ഷപാതമാവട്ടെ. അല്ലേ? രണ്ട്, പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തെങ്കിൽ ആ ബാങ്കിന് ഡയറക്ട് ബോർഡില്ലേ? ആ ഡയറക്ട് ബോർഡിനെ നയിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയില്ലേ? അവരാരും മരിച്ചു പോയിട്ടില്ലല്ലോ. എൻ്റെ സ്ഥലത്ത് മലയാള മനോരമ ലേഖകനെ എന്ന നിക്ഷേപകനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് നിക്ഷേപകന്മാരുണ്ട്, അവർക്ക് ഒരു ബന്ധവുമില്ലാത്തവരുണ്ട്, പാർട്ടി ഇല്ലാത്തവരുണ്ട്. CPM കരുവന്നൂർ ബാങ്കിലെ പരാതിക്കാരും ഇന്നത്തെ വിഷയത്തിൽ നിൽക്കൂ സാർ, നമുക്ക് ആവശ്യത്തിനുണ്ടല്ലോ അത്. അല്ല, ഞാൻ പറയട്ടെ.
അല്ല, ഇന്നത്തെ വിഷയത്തിലേക്ക് എന്നെ നിങ്ങൾ വലിച്ചഴക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാനാ? ഇന്നത്തെ വിഷയത്തിൽ എന്തിനു നിങ്ങൾ വലിച്ചഴക്കണം? ഇന്നത്തെ വിഷയത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഒരുപാട് വിഷയങ്ങൾ താങ്കൾ ചർച്ച വല്ലോടത്തേക്കും ചെയ്യുമ്പോൾ പോകുമ്പോൾ താങ്കൾ ഇവിടെ കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ അല്ല, വിഷയത്തിലെ അതെ, കാര്യം വലിച്ചഴക്കേണ്ട കാര്യമല്ലോ. ഇന്നത്തെ ഇന്നത്തെ വിഷയമല്ലേ ചർച്ച ചെയ്യേണ്ടത്. അല്ലല്ല, നിങ്ങളല്ലേ അല്ല തിരുവനന്തപുരത്തെ സഹകരണ ബാങ്കിന്റെ പ്രശ്നം ചർച്ച ചെയ്തത് നിങ്ങളാണ്. മലയാള മനോരമ ഇന്നത്തെ വിഷയമാണ്. എടുത്തെടുത്ത് പറയുന്നത് മനോരമ UDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു പത്രത്തിന്റെ ആളായതുകൊണ്ടായിരിക്കാം. അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ജനങ്ങൾ രണ്ടും കേൾക്കട്ടെ. എന്നെ ഇപ്പോൾ ഞാൻ ഈ ഇവിടെ വന്ന് ന്യായീകരിക്കാനുള്ള തൊലിക്കെട്ടി എനിക്ക് ഉണ്ടായതല്ലോ. ശരത്തിനെ വിളിച്ചതല്ലേ. ഞാൻ വരുമ്പോൾ എൻ്റെ ന്യായീകരണ ശരത്ത് കേൾക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പം ഞാൻ ന്യായീകരിക്കുമ്പോൾ എൻ്റെ വാദങ്ങളെ ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾ കുറച്ച് കേൾക്കുക. ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാവും, സാരമില്ല, ഒരു അസ്വസ്ഥതയുമില്ല. ഒന്ന് കേൾക്കുകയാണ്. ഇതിൽ കോൺഗ്രസ് നേതൃത്വം എന്താ ഇടപെടാത്തതെന്ന് നിരന്തരം ചോദിക്കേണ്ടി വരുന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികൂട്ടിലാണ്. അല്ല, കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ ഇല്ലെന്ന് നിങ്ങൾ വെറുതെ പറയണ്ട. ഓരോരോ ബാങ്ക് എടുത്ത് ചർച്ച ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊതുവായി കാര്യം പറയുന്നത്. ഈ കരുവന്നൂർ ചർച്ച ചെയ്യാൻ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ പ്രശ്നം കരുവന്നൂരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി കേരളത്തിൽ 2 യാത്രകൾ നടത്തി. അല്ല, ഞാൻ പറയട്ടെ ശരത്തെ, മുഖ്യമന്ത്രി കേരളത്തിൽ 2 യാത്രകൾ നടത്തി. ഒന്ന് നവകേരള യാത്രയും ഒന്ന് ഈ അടുത്ത കാലത്ത് എന്ന മന്ത്രിസഭാ വാർഷിക യാത്രയും. ഈ 2 യാത്രകളിലും അദ്ദേഹം ഒരുപാട് സാംസ്കാരിക യോഗം, അങ്ങനെ ഒരുപാട് യോഗങ്ങൾ നടത്തി. അതിൽ അദ്ദേഹം നടത്താത്തൊരു യോഗത്തിൻ്റെ പേര് സഹകരണ യോഗം എന്നാണ്. സഹകരണ മേഖലയെക്കുറിച്ച് മാത്രമേ യോഗം നടത്താത്തുള്ളൂ, ബാക്കിയെല്ലാം നടത്തി. ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ അതിൽ തന്നെ വസ്തുതാപരമായ ഒരു പിശകുണ്ട്. കേരളത്തിന്റെ സഹകരണ മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണെന്നും അതിനെ തകർക്കും വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന നിലയിൽ തന്നെ എത്രയോ തവണ, ഞാനൊരു മാധ്യമപ്രവർത്തകൻ, എത്രയോ തവണ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. താങ്കൾ കേൾക്കാത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ സ്പെസിഫിക് ആയ ഒരു വിഷയം നിൽക്കല്ലേ. കരുവന്നൂർ എത്രയോ ചർച്ച ചെയ്തു, ആരെങ്കിലും ഒളിച്ചോടിയോ? നമ്മൾ തന്നെ എത്ര ചർച്ച ചെയ്തു ഈ വിഷയത്തിൽ എന്തേ കോൺഗ്രസ്? ശരി സാർ, കരുവന്നൂരിന്റെ പേരിൽ CPM-നെ വിമർശിക്കുന്ന കോൺഗ്രസ് എന്താ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? കരുവന്നൂർ വിഷയത്തിൽ CPM-നെ വിമർശിക്കുന്ന കോൺഗ്രസ് എന്താ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? ഇനി അങ്ങനെ ചോദിക്കാം. കോൺഗ്രസ് ഒരു വിഷയത്തിലും മൗനം പാലിച്ചിട്ടില്ലെന്നേ. കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട്. സഹകരണ ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള തെറ്റിയിട്ടുള്ള കോൺഗ്രസ്സുകാരൊന്നും ആ പാർട്ടിയിൽ ഇല്ല. ഈ വിഷയത്തിൽ ഉണ്ടല്ലോ. എന്തിനാണ് അങ്ങനെ പരത്തി പറയാതെ ഇവിടെ ഒരാൾ ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരത്തെ ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു? ഒരു മാധ്യമ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു, നിരാശ മൂലമാണ്, അതുമൂലമുണ്ടായ വിഷാദ രോഗം മൂലമാണ് എന്ന് സഹോദരൻ പറഞ്ഞു. ആ വിഷയത്തിൽ, ആ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചു? ശരത്തെ, ഇത് ഇന്നലെ നടന്ന സംഭവം ഗുരുതരമായ വിഷയമല്ലേ? ഇന്ന് തിരുവനന്തപുരത്ത് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാളത്തെ അല്ല, ഞാൻ പറയട്ടെ. ഇത് അതേന്നെ, എന്താ ചോദിക്കേണ്ട ഗുരുതരമാണ്. നമ്മളെല്ലാം മാധ്യമങ്ങളല്ലേ? ഇന്ന് നടപടിയെടുത്തെങ്കിൽ ഈ നിമിഷം നമ്മുടെ മുമ്പിൽ വരും. സഹകരണ ബാങ്കിലെ നിക്ഷേപകന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റുകാരാണ്. കോൺഗ്രസ് നടപടി എടുക്കണം. ഇന്നാണ് വാർത്ത വന്നത്, നാളെ നടപടി ഉണ്ടാകും. ഇന്നലെ വന്ന വാർത്തയാ, ഇന്നലെ പകല് വന്ന വാർത്തയാ. ഇന്നലെ രാവിലെയാണ് ആത്മഹത്യ. അല്ല, താങ്കൾ അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കണ്ട. ഇന്നലെ രാവിലെ ആത്മഹത്യ, ഇന്നലെ ഒരു പകല് കഴിഞ്ഞു, ഇന്നലെ രാത്രി കഴിഞ്ഞു. നിങ്ങൾ പത്രം ഇടൂ സാർ. കേരളത്തിൽ സമൂഹ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ശക്തം. നിങ്ങൾ നാളെ വരുന്ന പത്രത്തെ എന്തിന് വോട്ട് ചെയ്യണം? എന്താ സംശയമല്ലേ? KPCC പ്രസിഡന്റ് ഉറങ്ങുകയല്ലേ? പ്രതിപക്ഷ നേതാവ് ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തിയല്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? ഇന്ന് ദില്ലിയിൽ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി. മാതൃകാപരമായി ഞങ്ങൾ ഇതായി നടപടിയെടുത്തു. ചോദിച്ചാൽ പറയാനിരിക്കുന്ന മാത്രമാണോ? ചോദിക്കണം. എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം? ചോദിച്ചാൽ അപ്പൊ നടപടിയില്ല എന്നാണ് അതിനർത്ഥം. അതൊരു ധിക്കാരപരമായ സമീപനമാണ്. ഒരു പാർട്ടി ഗൗരവമായ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അത് ചോദിച്ചോ ഇല്ലയോ താങ്കൾ എങ്ങനെ അറിയുന്നു? അത് ചോദിച്ചോ ഇല്ലയോ എന്ന് ശ്രീകുമാർ എങ്ങനെ അറിയുന്നു? അത് വേറെ കാര്യം. ഞാൻ ചോദിച്ചത് ആ പാർട്ടി ഉത്തരവാദിത്വം ആര് പറഞ്ഞു? ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം പറയും. അതിനാരും ചോദിക്കണ്ട.
ശ്രീ പ്രേംകുമാർ വളരെ ക്യുക്കായി ഈ വിഷയത്തിൽ ശ്രീകുമാർ ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു സമീപനം നീട്ടിക്കൊണ്ടു പോകാനല്ല എനിക്കൊരു അങ്ങനെ പോകല്ലേ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എന്നോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം അല്ല താങ്കൾ പറഞ്ഞ ഈ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കേൾക്കാണ്ട് പോകരുത് ഞാൻ ചോദിച്ചോളൂ. താങ്കൾ പറഞ്ഞ ഈ ആറ്റിറ്റ്യൂഡ് അല്ല വിരോധമില്ല. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ശരി, കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന പോലെ എന്തെങ്കിലും ഈ ഇദ്ദേഹം പറയണ്ടേ, ശ്രീകുമാർ പറയണ്ടേ, എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ. യൂത്ത് കോൺഗ്രസിന്റെ പിരിച്ച പൈസ എവിടെയെന്ന് ചോദിച്ചാൽ അരമണിക്കൂറിനുള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇങ്ങനെ പോയാൽ അടുത്ത തവണ LDF തന്നെ വരുമെന്ന് ഒരാളെ ഫോൺ വിളിച്ച് പറയുന്നത് കേട്ടാൽ അരമണിക്കൂറിനുള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. പക്ഷേ അതും മലയാള മനോരമയുടെ ലേഖനായിട്ടുള്ള ഒരാളുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിൽ ഫണ്ട് തട്ടിപ്പും ബാങ്ക് ക്രമക്കേടുകളും നടത്തിയാൽ ശ്രീകുമാർ പറയുന്നത് തിരുവനന്തപുരം എഡിഷൻ പത്രം ഞാൻ നാളെ രാവിലെ വായിച്ചു നോക്കിയിട്ട് പറയാമെന്നാണ്. എന്താണ് പത്രം വായിച്ചിട്ടല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ അറിയാറ് ആരും. എന്താണ് പറയുന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ ശ്രീകുമാർ ഫേസ്ബുക്ക് വഴിയും പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഒക്കെ അവരുടെ ഫേസ്ബുക്ക് പേജുകളിലിടും. എടുത്ത തീരുമാനം അപ്പോൾ തന്നെ പറയും. ഇതൊന്നും ഉണ്ടായില്ല, അവസാനം നിങ്ങൾ ചോദിച്ചോ എന്ന രീതിയിലേക്ക് ഒരു സമീപനം ഒരു മരണത്തിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത്. പിന്നെന്താ ശരത്തെ, ഞാൻ ക്ലാരിഫൈ ചെയ്തോളൂ. മാന്യമായ ഒരു ചർച്ചയാളെ ഞാൻ കൈരളിയിൽ പ്രതീക്ഷിക്കുന്നത്. ക്ലാരിഫൈ ചെയ്തോളൂ. ഞാൻ പറയട്ടെ. നിങ്ങളൊരു ചോദ്യം ചോദിച്ചതിന് ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നിങ്ങളൊരു ചോദ്യം ചോദിച്ചതിന്റെ വ്യക്തമായ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട ഇന്നലെ ഒരു അസ്വസ്ഥത ആയ ഒരു മനുഷ്യൻ മരിച്ചതിനെ കുറിച്ച്, അതായത് അദ്ദേഹം ഒരു അസ്വസ്ഥത കൊണ്ട് മരിച്ചു എന്നാണ് പത്രവാർത്ത. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൈരളി ഇന്ന് നടത്തുന്ന ചർച്ചയിൽ എന്നോട് ആ ബാങ്കിലത്തെ കോൺഗ്രസിന്റെ നടപടി ഉണ്ടായോ ചോദിച്ചാൽ ആ നടപടി അവിടെ എടുത്തിട്ടുണ്ടോ എന്നുള്ള ഇന്നാണ് വാർത്ത വന്നാൽ നാളെയോ മറ്റോ വരും. പിന്നെ ഏത് കാര്യങ്ങളും എല്ലാം നമ്മളെ അറിയണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നടപടി എടുത്ത തിരുവനന്തപുരത്ത് മാത്രമുള്ള നടപടി ണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ ദിവസവും നിങ്ങൾ ക്ഷമിക്കൂ. ഒരിക്കലുമില്ല, അങ്ങനെ ചെയ്യില്ല. ഇനി അങ്ങനെ താങ്കൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ വീണ്ടും ക്ലാരിഫൈ ചെയ്തോളാം. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, അപ്പോഴും ഇപ്പോഴും താങ്കൾ പറഞ്ഞത് ഞാനും പ്രേക്ഷകരും കേട്ട് കഴിഞ്ഞു. ഇതുപോലെ ഇന്നലെ രാവിലെ ഉണ്ടായൊരു വാർത്ത, ഇന്നലെ പകല്, ഇന്ന് പകല്, ഇന്നലെ രാത്രി, ഇന്ന് രാത്രിയിലേക്ക് പോകുന്നു. ഈ നേരമായിട്ട് നടപടി ഉണ്ടായിട്ടില്ല. എന്നിട്ട് നാളത്തെ പത്രം നോക്കൂ, തിരുവനന്തപുരം. അങ്ങനെയൊന്നുമല്ല സാർ. ഇന്നത്തെ കാലത്ത് ഈ കമ്മ്യൂണിക്കേഷൻ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് അതിവേഗം നടപടികളെടുത്താൽ എത്തണമെന്നുണ്ടെങ്കിൽ എത്തിക്കാൻ അറിയാം ഏത് പാർട്ടിയുടെ നേതാക്കൾക്ക്. പകരം ഡൽഹിയിൽ വാർത്താ സമ്മേളനം വരെ നടത്തിയില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് ചോദിച്ചോ, എന്നിട്ട് ചോദിച്ചാൽ പറയേണ്ട വിഷയമാണ് ഇത്. തീരുമാനങ്ങളില്ല എന്നാണ് ഞാൻ വരുന്നു. ശ്രീ മുസ്തഫ, ഞാൻ കണ്ടു. പ്രിയപ്പെട്ട ശരത്ത്, ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായിട്ട് ഇതുവരെ പറയാൻ പറ്റില്ല എന്ന് ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണോ ഞാൻ പറയണത്? അല്ല, ജി സുധാകരൻ ആണോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി? അല്ല, നേതാവല്ലേ? ഞാനിവിടെ കോട്ട് ചെയ്ത് KPCC പ്രസിഡന്റിനെ കുറിച്ചാണ്. ഞാൻ കോട്ട് ചെയ്തത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി ചോദിച്ചത് പ്രതിപക്ഷ, ഞാൻ ഉത്തരവാദപ്പെട്ടവരെ തന്നെയാണ് കോട്ട് ചെയ്തത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഞാൻ താങ്കളോടാണോ ചോദിച്ചത്? ഇപ്പോ ഞാൻ ശ്രീകുമാറിനോട് നടപടി എന്താ എടുക്കാത്തതെന്നല്ലോ ചോദിച്ചത്. VD സതീശനും സണ്ണി ജോസഫും എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ല, അല്ലെങ്കിൽ നേതൃത്വം നടപടി എടുത്തില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ശ്രീകുമാർ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നല്ല ചോദിച്ചത്. ചുമതലപ്പെട്ടവരെ കുറിച്ച് കോട്ട് ചെയ്താണ് ഞാൻ ചോദിച്ചത്. VP മുസ്തഫ അത് ചോദിക്കാം. അതിന് താങ്കൾ പറഞ്ഞ പോലെ ഇനിയും സമയമുണ്ട്, ചോദിക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷെ നടപടി എടുക്കേണ്ട സമയം വൈകി. വേഗം മുസ്തഫ എന്താണ് പറയാൻ? കരുവന്നൂർ കാര്യത്തിൽ CPIM നടപടിയെടുക്കുകയും കുറ്റക്കാരായവരെ പിണറായിയുടെ പോലീസ് CPM പ്രവർത്തകരായിരുന്നു അതുവരെ, അവരെ പിടിച്ച് ജയിലിലടക്കുകയും ചെയ്തു. മാസങ്ങളോളം ജയിലിലടച്ചു എന്നുള്ളത് ശ്രീകുമാർ അറിയാത്തതല്ലോ. മാത്രമല്ല, കരുവന്നൂർ ബാങ്കിൽ ഒരാൾക്കും പണം നഷ്ടപ്പെട്ടില്ല. ആ ബാങ്കിനെ തിരികെ കൊണ്ടുവന്നു. ആ ബാങ്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. പക്ഷെ എവിടെ നിങ്ങളുടെ സംഘങ്ങൾ, നിങ്ങളുടെ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ ഇങ്ങനെ മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ട
സംഘങ്ങൾക്ക് പുനരുജ്ജീവനം ഉണ്ടായോ? ശരി. അവിടുത്തെ ആളുകൾക്ക് പണം കൊടുക്കാൻ ആ പാർട്ടി പിന്നീട് എന്തെങ്കിലും നടപടിയെടുത്തോ? ഓക്കെ. തൃശ്ശൂരിൽ CPM ഇടപെട്ടു, അതിന്റെ നടപടികൾ സ്വീകരിച്ചു. ഇപ്പോ ഓരോരുത്തർക്കും പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുമായിട്ട് നിങ്ങൾ ഇതിനെ താരതമ്യം ചെയ്യല്ലേ? നിങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വയനാട് DCC പ്രസിഡന്റ് വിജയന്റെ മക്കൾ ഇപ്പോഴും തെരുവിൽ നിൽക്കുവോ? ഇപ്പോഴും തെരുവിൽ നിൽക്കുകയല്ലേ അവര്? യെസ്. പ്രേംകുമാർ, താങ്കളുടെ കൂടി ഒറ്റ സെന്റൻസ്, നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യേണ്ട സമയമാകുന്നതുകൊണ്ടാണ്, ഇടവേള പോലും പോയിട്ടില്ല. അല്ല, സത്യത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്, നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ, PK ഫിറോസിന് പകരം VK സനോജ് ആയിരുന്നു എന്ന് കരുതുക. മലയാളത്തിലെ വാർത്താ ചാനലുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം നഷ്ടമാവുമായിരുന്നു. കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ പരസ്യ ഇടവേളകൾ ഇല്ലാതെ ആയിരിക്കുമായിരുന്നു വാർത്തകൾ പോവുക. ഇതാണ് വ്യത്യാസം. അതായത് ദേശാഭിമാനിയുടെ ഒരു ലേഖകൻ CPM നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിലും 4 ദിവസം തുടർച്ചയായി ഇടവേളകളില്ലാതെയായിരുന്നു വാർത്ത ഉണ്ടാവുക. ഈ എത്രയും മാധ്യമ പരിലാളനെ കിട്ടിയിട്ട് പോലും ഇവന്മാർ ഈ മാതിരി വൃത്തികേടുകളും തോന്നിവാസമാണല്ലോ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടച്ചമ്പുരാൻ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുന്നത്. അപ്പോൾ അതോടൊപ്പം ഒന്നുകൂടി പറയേണ്ടി വരില്ലേ പ്രേംകുമാർ, ലെഗസി മീഡിയ തന്നെയാണ് അല്ലേ? ലെഗസി മീഡിയ തന്നെയാണ്, യാതൊരു സംശയമില്ല. അവർ തന്നെ, ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ആ മീഡിയയെ തന്നെയാണ് എന്താ പറയാ ഭജിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ്. അവരത് തുറന്നു പറയുകയും ചെയ്യും ചർച്ചകളൊക്കെ. കോൺഗ്രസിൽ പിന്നെ കുറച്ച് വൃത്തികേടുകളും കുറച്ച് കുതികാൽ വെട്ടുകളും കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അത് നമ്മൾ അങ്ങനെ കാര്യമാക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഗുരുവായൂർ അമ്പലത്തിൽ അരയ്ക്കുന്ന KJ ജേക്കബ് പറഞ്ഞ പോലെ ചന്ദനം പോൽ സംശുദ്ധമായിരിക്കണം. അവിടെ എവിടെയെങ്കിലും പിഴകു പറ്റിയാൽ ഞങ്ങൾ കത്തിച്ച് ഗംഭീരമാക്കും. ലീഗുകാരൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ കുറച്ച് കഞ്ചാവൊക്കെ വിൽക്കുന്നത്. ആയിക്കോട്ടെ, അതിനു മുമ്പ് സ്വർണം കടത്താൻ വേണ്ടി സൗകര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു വേറൊരു വലിയ കലാപം ഉണ്ടായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെ ആയത്. എയർപോർട്ട് വഴി വരുന്ന സ്വർണം പോലീസ് പിടിച്ചു കളയുന്നു എന്നുള്ളതായിരുന്നു പരാതി. നമുക്കറിയാം, അയാളോട് രാജിവെക്കാൻ പറഞ്ഞത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിരുന്നു. അയാൾ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്. ശരി, ഏതായാലും ഈ വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിൽ മൗനം പാലിച്ചാലും അല്ലെങ്കിൽ ഇത് ചർച്ചകൾ രൂപപ്പെടേണ്ടതാണ്. വിശദീകരണങ്ങൾ നൽകാതെ ജനാധിപത്യപരമായി പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടം വന്നാൽ അത് നിരന്തരം ചോദിക്കേണ്ടത് തന്നെയാണ്. ഉത്തരവാദപ്പെട്ട മറുപടികൾ, വിശദീകരണങ്ങൾ പൊതുസമൂഹത്തിന് ഈ ആരോപണ വിധേയരായ നേതാക്കൾ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നൽകേണ്ടതുണ്ട്. അത്രമേൽ ഗുരുതരമായ മയക്കുമരുന്ന് കേസുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, തദ്ദേശഭരണ അഴിമതികൾ ഇതെല്ലാം നടമാടുമ്പോൾ അതിൽ പ്രതിപക്ഷത്തെ 2 സുപ്രധാന പാർട്ടികൾ പങ്കാളികളാകുന്നു എന്ന ഗുരുതരമായ സാഹചര്യം രൂപപ്പെടുമ്പോൾ അത് പ്രധാനപ്പെട്ട സാഹചര്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി അനിവാര്യമായി തുടരേണ്ടതു തന്നെയുമാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.